ഒരു നാട് വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ ഒരുമിക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിന് ശക്തി പകരേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമാണ്. ചടയമംഗലത്തെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ കോറി മാഫിയ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളത് ചടയമംഗലം ജനതയും ഉറ്റുനോക്കുന്നു. ചിലർ നിശബ്ദരായി ഒഴിഞ്ഞു മാറി നിന്നേക്കാം. എന്നാൽ പ്രതീക്ഷ നൽകി ഒരു ജനതയ്ക്കൊപ്പം പോരാടാൻ മടിയിൽ കനമില്ലാതെ അവർ ശബ്ദിക്കുന്നു. നാടിനായി, ചടയമംഗലത്തിനായി. നമസ്കാരം. ചടയമംഗലം പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ കോറി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതിനിധിയെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കോറി വിഷയം നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കോറിക്ക് ലൈസൻസ് ലഭ്യമാവുകയും ആ ലൈസൻസ് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ പല കോറി മുതലാളിമാരും മറ്റ് കോറികൾക്ക് വേണ്ടി ലൈസൻസിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ചടയമംഗലത്ത് തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ 3 കോറികൾക്ക് വേണ്ടി ലൈസൻസിന് ശ്രമം നടത്തുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ കോറിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് വേണ്ട നിയമ നടപടികൾക്ക് വേണ്ടി നമ്മുടെ ആക്ഷൻ കൗൺസിൽ മുന്നേറുന്നുണ്ട്. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ പരിസ്ഥിതി കമ്മിറ്റി ഒക്കെ ഉണ്ട്, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ സജീവമായ നിലവിലുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്ത്, ഈ പറയുന്നതൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നതാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ ആരൊക്കെ ഇതിൽ സജീവമാകുന്നു ഇല്ലേ എന്നും നമുക്കറിയില്ല. ഞങ്ങളുടെ പ്രസ്ഥാനം എന്നും പരിസ്ഥിതി വിഷയങ്ങൾക്ക് അനുകൂലമായൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും. ഈ കോറി വിഷയങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നാം ഉദ്ദേശിക്കുന്നതിലൊക്കെ വളരെ വലുതാണ്. പരിസ്ഥിതി, കുടിവെള്ളക്ഷാമം, അന്തരീക്ഷ മലിനീകരണം, പൊടിപടലങ്ങൾ നിറയുന്ന സാഹചര്യം, വീടിന് കേടുപാടുകൾ സംഭവിക്കൽ, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾക്കും, കാലാവസ്ഥാ വ്യതിയാനം, സ്ഫോടക വസ്തുക്കളുടെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുക, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഈ നാട്, നമുക്കറിയാം നമ്മുടെ വയനാട്ടിലേക്ക് അവസ്ഥ. 10-15,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. പിന്നെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതാത് ഗവൺമെന്റുകൾ വരുമ്പോൾ പല സാഹചര്യങ്ങളിലും കോറി ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്ന ഒരു നിയമം കേരളത്തിന്റെ UDF ആയിരുന്നപ്പോഴും LDF ആയിരുന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനനിബിഡമായ പ്രദേശങ്ങളിൽ, നമ്മളൊക്കെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും വളരെ ജനനിബിഡമായ മേഖലകളാണ്. അതിന് കോറി മറ്റ് നമ്മുടെ ബിസിനസ് അടിസ്ഥാനത്തിൽ നാം കൊടുക്കുന്നതിന് മറ്റ് ആൾവാസമില്ലാത്ത തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ ഗവൺമെന്റ് കണ്ടെത്തി, അത് ഏത് ഗവൺമെന്റ് ആയാലും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികാരത്തിനോടൊപ്പം നിന്ന് ഞങ്ങൾ ഈ വിഷയത്തിൽ കാണുന്ന ഒരു മാർഗനിർദ്ദേശം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ സജീവമായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ. ഇത് നമ്മുടെ ജീവൽ പ്രശ്നമാണ്. കാരണം ഒരു കോറി, ഈ ലഭ്യമായ കോറിയുടെ ലൈസൻസ് അവസാനിപ്പിക്കുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ നിയമപരമായ സ്റ്റേക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പഞ്ചായത്തിനൊക്കെ ചില പരിമിതികളുണ്ട്. കാരണം മുകളിൽ നിന്നൊക്കെയുള്ള വലിയ വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അത് ഏത് രാഷ്ട്രീയ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവും കൂടി അവസാനം മുകളിൽ നിന്ന് വന്ന് താഴെ എത്തുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിക്കൊക്കെ കൊടുക്കേണ്ട ചില ലൈസൻസ് അനുവദിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കാം ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. നാം ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ പ്രസ്ഥാനങ്ങളെയൊന്നും കുറ്റം പറയേണ്ട സാഹചര്യമില്ല. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെയും ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ്. ആയതിനാൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിലെ എല്ലാ വ്യക്തിത്വങ്ങളും ഇപ്പൊ തന്നെ പ്രക്ഷോഭ രംഗത്ത് നമ്മുടെ പ്രക്ഷോഭ സമിതി വളരെ സജീവമായിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ഞങ്ങളും ഇവിടുത്തെ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ആക്ഷൻ കൗൺസിൽ കൂടുകയുണ്ടായി. അതിലൊക്കെ രാഷ്ട്രീയക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായി. അവരെല്ലാവരും സഹകരിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്തിന്റെ അതിന് രാഷ്ട്രീയമോ മറ്റ് പല വർഗങ്ങളോ മറ്റ് യാതൊരു വിധമായ നിറങ്ങളോ ഇല്ലാതെ തന്നെ മുന്നേറി നാം നമ്മുടെ ഇവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഈ സ്ഫോടനാത്മകമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഈ നാട്ടിലെ ജനസമൂഹം
ഒന്നായി മുന്നേറണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. നമസ്കാരം. ജയ് ഹിന്ദ്.